ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? അതിനുവേണ്ടി അല്ലായിരുന്നോ ഇത്? വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? കേട്ടല്ലോ നിങ്ങള്, കിട്ടിയ നക്കാപ്പിച്ചൊക്കെ കൊണ്ടുപോയി. ഇത്രയും കാലം ഞങ്ങളൊക്കെ പിടിച്ചു നിന്ന് കാണിച്ചെന്നില്ലേ? ഇപ്പോൾ കിട്ടിയതോടൊക്കെ കൊണ്ടുപോയി. ഇനി അങ്ങോട്ടുള്ളത് അടച്ചോ എന്നാണ് നമ്മുടെ സവർണ ബ്രാഹ്മണിക്കൽ ഹിന്ദു ആയിട്ടുള്ള നമ്മുടെ ഗോവിജി ഇപ്പോൾ വന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് പൊക്കോളണം. പിന്നെ അണ്ണൻ അല്ലെങ്കിൽ പൊട്ടത്തരം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അറിയാണ്ട് പറഞ്ഞു പോയി. ഒരു വലിയ സത്യം ആ പൊട്ടത്തരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് നമുക്കറിയാം ഇത്രയും കാലം നമ്മൾ പിടിച്ചെന്നല്ലേ, നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ. കാരണം നമുക്ക് എവിടെയൊക്കെയാണ് കേരള, തമിഴ്നാടു, അസം, ബംഗാൾ, പിന്നെ പോണ്ടിച്ചേരി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുകയല്ലേ, നമുക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നൽ വന്നു അല്ലേ? പല ആൾക്കാരും പറഞ്ഞു അതെ, മണ്ടനാണെങ്കിലും മണ്ടത്തരം പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞതിൽ വലിയൊരു സത്യം ഉണ്ട് എന്നുള്ളത്. സത്യത്തിൽ ആ പറഞ്ഞത് അതിനേക്കാൾ വലിയ മറ്റൊരു മണ്ടത്തരം കൂടാന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, ഇതുവരെ നമ്മളിങ്ങനെ ഇപ്പം LPG ക്കൊന്നും വില കൂട്ടാണ്ട് നമ്മൾ പെട്രോളിനും ഡീസലിനും വില കൂട്ടാണ്ട് ഇങ്ങനെ ഇത്രയും ദിവസം നമ്മൾ ഇറാൻ്റെ യുദ്ധം നടന്നിട്ടും പിടിച്ചു നിന്നു. അത് തന്നെ വലിയൊരു മണ്ടത്തരം എന്നുള്ളത് നിങ്ങൾക്കറിയും. നമ്മുടെ ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത്, അതായത് വേൾഡ് വിപണിയിൽ പറഞ്ഞ ക്രൂഡ് ഓയിലിനും പറഞ്ഞ LPG-ക്കും ഒക്കെ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്തും ഇവിടെ ഒരു വില കുറവ് ഉണ്ടായിട്ടില്ല. എല്ലാം കൂട്ടിയിട്ടേ ഉള്ളൂ. അതായത് മോദി ഗവൺമെൻറ് ഈ പറഞ്ഞ രാജ്യം ഭരിക്കാൻ തുടങ്ങി അന്ന് മുതൽ എല്ലാത്തിനും വില കൂട്ടിയിട്ടേ ഉള്ളൂ, ഒന്നിനും കുറച്ചിട്ടില്ല. ഈവൻ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു കഴിഞ്ഞാലും വേണ്ടില്ല, പാചകവാതകങ്ങൾക്ക് വില കുറഞ്ഞാലും വേണ്ടില്ല, നമ്മുടെ അദാനിക്കും അംബാനിക്കും അണ്ടയിലേക്ക് തള്ളിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്നും കൂട്ടിക്കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലാണ്ട് കുറച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് വെറുതെ ഒരു കണക്കെടുത്ത് നോക്കാം. ഈ എണ്ണം പറഞ്ഞ പോലെ ഇത്രയും ദിവസം നമ്മൾ പിടിച്ചു നിന്നോന്ന് നമുക്ക് തോന്നണം. അതായത് ഈ പറഞ്ഞ ജനുവരി 2026 ഈ പറഞ്ഞ LPG-ക്ക് വില കൂട്ടിയതിൻ്റെ കണക്കാണ് 111 രൂപയെ കൂട്ടിയിട്ടുള്ളത്. നമ്മളാരും അറിഞ്ഞിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലേ? ഈ മണ്ടന്മാരായിട്ടുള്ള സംഘികൾക്ക് ഇതൊന്നും അറിയില്ല. കാരണം പല വീടുകളിലും LPG ഒന്നും യൂസ് ചെയ്യുന്നില്ല, എപ്പോഴും വിറകടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അത്രയൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയൊക്കെ അവരെ കൊണ്ട് പറ്റും. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം. അല്ലാത്ത ആളുകളുണ്ടല്ലോ രാജ്യത്ത്. അങ്ങനെ നമ്മൾ അടുത്ത മാസം നിങ്ങളെടുത്ത് ഫെബ്രുവരി ആയ സമയത്ത് 2026 ഫെബ്രുവരിയിൽ 50 രൂപ കൂട്ടി. നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മളെ മറ്റു പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ ഇറങ്ങി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എത്ര രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. ഫുഡിൻ്റെ വില എത്ര കൂടി, ആ ഫുഡിൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടുള്ള സാധനങ്ങളുടെ വില, അതിനെ തൊട്ട് പിടിച്ച് നിൽക്കുന്ന എല്ലാത്തിലും വില കൂടുന്നുണ്ട്. ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് നമ്മുടെ ജിയുടെ കഴിവ്. അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസമായപ്പം 31 രൂപ വീണ്ടും കൂട്ടി. മാർച്ചിൽ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ അങ്ങോട്ട് കൂട്ടി. അത് എത്ര? 115 രൂപ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ആയപ്പോൾ നമ്മൾ എത്ര കൂട്ടി? 218 രൂപ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ച് ആയപ്പം 993 രൂപ ഒറ്റയടിക്കാൻ കൂട്ടി. മൊത്തം കൂടിയ കണക്ക് നമ്മൾ എടുക്കുകയാണ് ഏകദേശം 1500 രൂപ മാത്രം ഈ കഴിഞ്ഞ 4 മാസത്തിൽ വില കൂടിയത്. ഈ കണക്കൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കോവി വന്ന് തള്ളി ഇത്രയും ദിവസം നമ്മൾ പിടിച്ചു നിന്നില്ലേ എന്ന് പറഞ്ഞപ്പം ഈ 993 1-ാം തീയതി കൂട്ടി. കഴിഞ്ഞ മെയ് ദിനത്തിന് തൊഴിലാളികൾക്കും തൊഴിൽ എടുത്ത് ജീവിക്കുന്നവർക്കെല്ലാം 8ന്റെ പണി കൊടുത്ത് നമ്മുടെ ഗവൺമെൻറ് കൂട്ടി 993 മുമ്പ് നമ്മളിവിടെ കൂട്ടിയ പൈസയാണ് ഓരോ മാസം. ഏപ്രിലിൽ 218, മാർച്ചിൽ 115, മാർച്ചിൽ തന്നെ 31 വേറെ രൂപ, ഫെബ്രുവരിയിൽ 50, ജനുവരിയിൽ 111 രൂപ. ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ട് കണക്ക്? അതെ, ഇവന്മാർ വന്നിട്ട് ഈ പത്രസമ്മേളനത്തിൽ, അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കാറില്ല, ഇനി ജിയുടെ അടിയിലുള്ള ഇവന്മാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും മൈക്കും പിടിച്ച് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇത്ര കോൺഫിഡൻസോട് കൂടി പച്ച കളവാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വിളിച്ചു പറയുന്നത്. പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. സംഘികൾ മനസ്സിലാക്കില്ല. സംഘികൾ എപ്പോഴും വിചാരിക്കുന്നത് മോദി സ്വന്തം തറവാട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുകൊടുത്ത് എന്തോ ഒരു ഔദാര്യം ഞങ്ങൾക്ക് കിട്ടി, കഴിഞ്ഞൊരു മാസമായിട്ട് ഇവിടെ ഒന്നും കൂട്ടിയിട്ടില്ല, നമ്മൾ പിടിച്ചു നിന്നില്ല എന്നുള്ള തോന്നലുണ്ടാക്കി തരാമെന്ന് മാത്രം. അതിനും കൂടെ ഉള്ളത് പിഴിഞ്ഞിട്ടാടാ നിൻ്റെ ഒക്കെ അണ്ടകടാകത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവന്മാർ 5, 10, 20, 30 രൂപ അല്ല കൂട്ടുന്നത്. ഒരു മാസം പിടിച്ചു നിന്നു എന്ന് പറയുമ്പോഴേക്കും കൂട്ടുന്നത് 1000 രൂപയൊക്കെയാണ്. ഒരു 1500 രൂപ മാത്രമുള്ള സിലിണ്ടറിന് 3000 രൂപ കൊടുത്ത് ഈ വാണിജ്യ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എഫക്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ വീടുകളിലല്ലേ എന്ന് അതും കൂട്ടി 1000-ലെത്തി. അതോ വല്ലതും നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ? ഇങ്ങനെ എത്ര പൈസ കൂട്ടുന്നുണ്ടെന്ന് വല്ല ഐഡിയ നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ കണക്ക് കൂട്ടാൻ പോകുന്നത് 3 മാസം മുമ്പേ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി അത് വന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിനെ എല്ലാവരും കൂടെ പപ്പുവാക്കി. ഇപ്പം ആ പറഞ്ഞവന്മാർ പപ്പ് മാത്രമല്ല, ആ പറഞ്ഞവന്മാർ കിടന്നോട്ട് പൂട പോലും മുളയ്ക്കാത്ത രീതിയിൽ കൂട്ടിയങ്ങ് കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കൊടുപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് എന്നും അങ്ങ് മേലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിലൊരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വെറുതെ ഒന്ന് കേട്ട് നോക്ക്. ईरान में युद्ध हो रहा है, आप देखना कुछ ही महीनों में आपको पता लग जाएगा, तेल के दाम, पेट्रोल के दाम आसमान की ओर जाएंगे. അന്ന് രാഹുൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ വരുന്ന യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 80% പ്രൈസ് ഹൈക്ക് ഉണ്ടാകും ഈ പറഞ്ഞ പെട്രോളിനും അതുപോലെ തന്നെ ഈ പാചകവാതകങ്ങൾക്കും എല്ലാം. അന്ന് എല്ലാവരും കളിയാക്കി. അന്ന് നമ്മുടെ പെട്രോളിയം മന്ത്രാലയം അതല്ലെങ്കിൽ നമ്മുടെ
രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും വന്ന് അങ്ങനെ നടക്കില്ല, അങ്ങനെ പറഞ്ഞവർ രാജ്യദ്രോഹിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോലും അറിയാണ്ട് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇവിടെ കൂട്ടിയിട്ടുള്ള പാചകവാതകത്തിൻ്റെയും അല്ലെങ്കിൽ പെട്രോളിൻ്റെയും വില എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ അവിടെ വരുന്ന പല കമ്പനികൾ, ഷെല്ല് പോലത്തെ പല പെട്രോൾ പമ്പുകളിലും 7 രൂപ വെച്ചിട്ടാണ് ഡീസലിന് പെട്രോൾ ഒറ്റടിയെ കൂട്ടിയത്. ഡീസലിന് 25 രൂപ വെച്ച് കൂടി. ഈ കണക്കൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അതറിയാണ്ട് ഇത് ബാധിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സംഖ്യയ്ക്ക് ഇത് ബാധിക്കാത്തത് സംഖ്യ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട്, സംഖ്യൻ്റെ കയ്യിൽ വലിയ വലിയ വാഹനങ്ങളും വണ്ടികളും വീട്ടിൽ പാചകവാതകം ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ട് സംഖ്യ അറിയില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇന്നലെ ഒറ്റ ദിവസം, അതായത് ഇത്രയും ദിവസം ഈ ഞങ്ങൾ കൂട്ടൂല എന്ന് പറഞ്ഞാൽ ഒക്കെ എൻ്റെ ഇടയിൽ കൂടെ കൂട്ടി. അതുപോലും അറിയാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ ഗോദി മീഡിയ വന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് പച്ചക്കളവ് വിളിച്ച് പറഞ്ഞിട്ട് 1-ാം തീയതി, അത് 29-ന് എല്ലാ ഇലക്ഷനും കഴിഞ്ഞ് ഇനി തോന്നിയ പോലെ കൂട്ടുക. ഇനി നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു PR ഇട്ടിട്ട് വീണ്ടും അമ്മമാരെ മണ്ടന്മാരാക്കുക എന്നുള്ള തീരുമാനത്തിലാണ് മെയ് 1-ാം തീയതി 993 രൂപ ഒറ്റയടിക്കാണ് സിലിണ്ടറിന്, വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയ സിലിണ്ടറിന്, ചെറിയ വീടുകളിൽ എല്ലായിടത്തും ഒന്നും ഈ പറഞ്ഞ LPG കണക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല. വെറും 5 കിലോയുടെ ചെറിയ പാവപ്പെട്ട കുറേ പേരുണ്ട് ഈ ചെറിയ സിലിണ്ടർ വെച്ച് യൂസ് ചെയ്യുന്നത്. ആ ഒറ്റ സിലിണ്ടറുകൾക്ക് 261 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. അതായത് ഒരു ജീവിത ചെലവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 40 മുതൽ 50 ലക്ഷത്തോളം വരുന്ന തെരുവോള കച്ചവടക്കാരുണ്ട് ഇന്ത്യയിൽ മൊത്തം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർക്ക് നല്ല രീതിയിൽ എഫക്ട് എന്താ? നോർത്ത് ഇന്ത്യൻസ് നമ്മളെപ്പോലെ നല്ല നല്ല റെസ്റ്റോറൻറ്റിലും ഇവിടെ നിന്ന് കയറിയിട്ടല്ല അവർ കൂടുതൽ ഫുഡ് കഴിക്കുക. അവർ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഈ സ്ട്രീറ്റ് ഫുഡുകളാണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ചെറിയ സിലിണ്ടർ വെച്ചിട്ടുള്ള യൂസാണ്. ഇവന്മാർക്ക് ഇമ്മാതിരി പൈസ കൂട്ടിക്കഴിഞ്ഞാൽ, സിലിണ്ടറിന് ഇത്രയും രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഈ ഭക്ഷണങ്ങൾക്ക് എത്ര പൈസ കൂടുന്നവരും. ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടി ചെയ്യാൻ പറ്റാണ്ടാവും. എത്ര 10-40-50 ലക്ഷം തെരുവോള കച്ചവടക്കാരാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും ആരും കാണൂല. കാരണം അവന്മാരൊക്കെ മിക്കവാറും ദളിതരും പാവപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരും ആയിരിക്കും. അത് നമ്മുടെ ഒരു വിഷയമേ ഇല്ലല്ലോ അല്ലേ? നമ്മുടെ ഗവൺമെന്റിന് അവരൊന്നും എന്തായാലും കുഴപ്പമില്ല. അവരും ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടു പോകേണ്ട ആളുകൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്ത് അവന്മാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്നിട്ട് നെക്കിപ്പഴഞ്ഞ് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും നികുതി പൈസയും മറ്റേ പൈസയും കൊടുത്തിട്ട് ഈ പറഞ്ഞ മുതലാളിമാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. 1000 രൂപ ഒറ്റയടിക്ക് ഒരു സിലിണ്ടർ വെച്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസം കൂട്ടാത്ത പൈസ 10 ദിവസം കൊണ്ട് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അത് ചിന്തിക്കാനുള്ള കഴിവ് ഈ പറഞ്ഞ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സാധാരണ ഹോട്ടൽ ഉടമകൾക്കുണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിക്കണം നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ബിരിയാണിക്ക് 200 രൂപയുടെ ബിരിയാണി 210 നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിന് ഇവിടെ അങ്ങോട്ട് സ്ഥിരമായിട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളൊക്കെ പോക്കറ്റ് കയറുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റും. ഇനി പെട്രോൾ, ഡീസൽ, ഷെൽ കമ്പനി പോലത്തെ പ്രൈവറ്റ് കമ്പനികൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി മറ്റു രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഈ പ്രീമിയം പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇനി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ പെട്രോളിൻ്റെ മറ്റ് വിലക്കയറ്റും കൂടെ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ യുദ്ധം ഇതുപോലെ പോവാണ് എന്നുണ്ടെങ്കിൽ വരുമ്പോഴാണ് നമ്മളൊക്കെ ബബ്ബ അടിച്ചിങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് വന്നിട്ട് പുതിയൊരു ഗിമ്മിക്ക് നിങ്ങളുടെ കണ്ണിലോട്ട് അങ്ങ് ഇട്ട് തരും. പൊട്ടന്മാരായിട്ട് വീണ്ടും ഈ പറഞ്ഞ സംഖ്യകൾ വാലും ആട്ടി നാവും നീട്ടി ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് കാലഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നത്. ഇനി ഈ ഒരു സംഭവം നിങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ചില കണക്കുകൾ കാണിച്ചു തരാം. അതായത് ഈ യുദ്ധം കൊണ്ട് മാത്രമാണോ നമ്മുടെ ഇവിടെ ഇപ്പോൾ പെട്രോളിന് വില കൂടിയത് എന്നുള്ള തോന്നലുണ്ടാവും അല്ലേ? യുദ്ധത്തിനും കൊണ്ട് മാത്രമല്ല, പെട്രോളിനും പാചകവാതകങ്ങൾക്കും യുദ്ധം കൊണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിൽ വില കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്കാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. 2019 മുതൽ നമ്മൾ ഈ പാറ്റേൺ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് 2019 ആന്ധ്ര ഇലക്ഷൻ്റെ സമയത്ത്, അതുപോലെ തന്നെ 2019 ഒഡീസ ഇലക്ഷൻ്റെ സമയത്തും നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ഹൈക്കിൻ്റെ ഒരു ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ഇത് വന്നു, ജാർഖണ്ഡ് വന്നു, ഡൽഹി വന്നു 2020. ഈ സമയങ്ങളിലും ഈ ഒരു പ്രൈസ് ഹൈക്ക് നമ്മൾ കാണും. അതായത് ആ ഒരു മന്ത് അല്ലെങ്കിൽ ആ ഒരു മന്ത് മാത്രം നമ്മൾ കൂട്ടാണ്ട് കാണിച്ചിട്ട് ഈ പാവപ്പെട്ടവരുടെ വോട്ട് നേടിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കുത്തനെ പൊക്കുന്ന ഒരു പരിപാടി ഇത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇനി അത് മാത്രമല്ല, 2021 ആയപ്പോൾ ബീഹാർ ഇലക്ഷനിലും ഇതേ പരിപാടി കാണിച്ചു. അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ്റെ സമയത്ത് 2021 BJP വെസ്റ്റ് ബംഗാൾ പിടിച്ചടക്കും എന്നും പറഞ്ഞിട്ട് ചാടി കളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലത്തെ പരിപാടി തന്നെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2022 ആയപ്പോൾ ഉത്തർപ്രദേശിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഈ പറഞ്ഞ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഗുജറാത്ത് ഇലക്ഷൻ 2022 വീണ്ടും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ കൂട്ടാണ്ട് അത് കഴിഞ്ഞാൽ ഒറ്റ ഹൈക്ക് ചെയ്യുന്ന പരിപാടി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു തട്ടിപ്പ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന മാസങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒന്നും കൂട്ടാണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒന്നും കൂട്ടാണ്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ ആ മാസത്തെ ലാഭം കൂടെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ നഷ്ടം കൂടെ നികത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ മാസങ്ങളിൽ കുത്തനെ കൂട്ടുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അതായത് നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് വരുന്ന വില കൂടുതലും കുറവുകളും വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വില കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സർക്കാർ തന്നെ നിർദ്ദേശം കൊടുക്കും. ഈ പറഞ്ഞ ഇലക്ഷൻ മാസങ്ങളിൽ നിങ്ങൾ തൊടാൻ പാടില്ല. വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ ഈ നഷ്ടം കൂടെ കൂട്ടിയെടുത്തിട്ട് നിങ്ങൾ വില കൂട്ടിക്കോളൂ എന്നുള്ള നിർദ്ദേശമാണ് നമ്മുടെ
ഗവൺമെൻറ് ഇത്രയും കാലം 2017 ഈ നിയമം വന്ന സമയം മുതൽ ഈ പറഞ്ഞ ഗവൺമെൻറ് നമ്മുടെ പെട്രോളിയം കമ്പനികൾക്ക് കൊടുക്കുന്നത്. ആ രീതിയിലാണ് നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, ഇലക്ഷൻ്റെ സമയത്ത് ഈ പ്രചരണവും കാര്യങ്ങളും കണ്ട് ഒരു മാറ്റമില്ല, ഞങ്ങൾക്ക് ഇവിടെ പൈസ ഒന്നും എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല, ഞങ്ങളുടെ ഗവൺമെൻറ് ഞങ്ങളുടെ ജി മുത്താണ്, തങ്കമാണ്, വെള്ളിയാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പറഞ്ഞ് നടക്കും. അതാണ് ഇവിടെ സ്ഥിരം നടക്കുന്ന സംഭവം. അപ്പോൾ ഇത് കഴിയുമ്പോൾ, അതായത് ഇലക്ഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ഇവന്മാർ തോന്നിയ പോലെ കൂട്ടുമ്പോൾ നമ്മൾ വീണ്ടും പെടും. അങ്ങനെ പെടുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇവർക്ക് വീണ്ടും നഷ്ടമുണ്ടെന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ എണ്ണ കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്താണ് സബ്സിഡികളായിട്ട് പല പരിപാടിയായിട്ട് ഗവൺമെൻറ് ഈ പറഞ്ഞ കമ്പനികൾക്ക് തന്നെ വീണ്ടും അങ്ങോട്ട് എഴുതി കൊടുക്കും. ആ സബ്സിഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് എണ്ണ കമ്പനികൾക്ക് നികുതിയിലുള്ള ഇളവ് കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, ഇതൊക്കെ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? വീണ്ടും നമ്മളെ തന്നെ പിഴിഞ്ഞിട്ട് നമ്മുടെ നികുതി പൈസ എടുത്തിട്ട് ഇവന്മാർക്ക് വീണ്ടും കൊടുക്കും. ഇതാണ് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ജി ഗവൺമെൻറ് ഇത്രയും കാലങ്ങളായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും അസംസ്കൃത മറ്റ് എണ്ണകളുടെ വില കുറയുമ്പോഴും നമ്മുടെ നാട്ടിൽ വില കുറയാത്തത്? അതായത് 2014 60 രൂപ പെട്രോൾ ഉള്ളത് നമ്മളിപ്പോൾ 110, 105, 108, 110 രൂപ വെച്ചിട്ട് അടിക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 60 ഉള്ളത് 110 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷം കൊണ്ട് 60 രൂപ ആയിട്ടുണ്ടെങ്കിൽ വെറും 10 വർഷം കൊണ്ട് 50 രൂപയുടെ മേലോട്ടാണ് കൂടിയിട്ടുള്ളത്. അതായത് ഏത് രീതിയിലാണ് ജനങ്ങളെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതൊന്നും നിങ്ങൾ കാണൂല. 2 ജയശ്രീരാമും വിളിച്ച് 4 ബീഫിൻ്റെ പേരും പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഇതാ ഇവിടെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം മന്ത്രിമാർ ഇതാ കേരളം അങ്ങ് പിടിച്ചെടുക്കാൻ പോകുന്നു, കേരളം തീർക്കും. മുസ്ലിം മന്ത്രിമാരൊക്കെ പണ്ടുണ്ടായിരുന്നു കേരളത്തിൽ. ഇന്നും ഇന്നലെയും വന്നതല്ല മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരൊന്നും. ഇവിടെ ഇത്രയും കാലം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എപ്പോഴാണ് ഹിന്ദുത്വം എന്നും പറഞ്ഞിട്ട് ഈ ഭീകര ജന്തുക്കൾ, വിഷ ജന്തുക്കൾ ഈ രാജ്യത്തെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് പറഞ്ഞു വരട്ടെ, അന്നു മുതലാണ് നമുക്ക് കഷ്ടപ്പാട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ വർഷത്തിൻ്റെ ഇടയ്ക്ക് 84 രൂപയായിരുന്നു നമുക്ക് പെട്രോളിൻ്റെ അഗെയിൻസ്റ്റ്, അല്ല ഈ പറഞ്ഞ ഡോളറിൻ്റെ അഗെയിൻസ്റ്റ് ഉണ്ടായില്ല. കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് 2025 മുതൽ 2026 ഈ സമയം ഒരു വർഷം കൊണ്ട് 10 രൂപയുടെ മേലോട്ടാണ് കൂടി. അതായത് 84.78 റുപ്പീസ് ഉള്ളത് ഇപ്പോഴത്തെ വില 95.33 റുപ്പീസിലോട്ടാണ് ഇടിഞ്ഞിട്ടുള്ളത്. ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യുന്നത്. വിദേശത്തു നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന് കൊടുക്കേണ്ട ഡോളർ നമ്മുടെ കയ്യിലുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. സാധനങ്ങളുടെ വില എത്ര കൂടുന്നുണ്ട് ഇതൊന്നും ഒരു മനുഷ്യനും അറിയുന്നില്ല. ഞെങ്ങി നെരുങ്ങി പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് പൈസക്കാർ എന്നും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. GDP 3-ാമത്തിൽ മുട്ടി നിൽക്കുന്ന ഉമ്മ കൊടുക്കുന്ന 3-നെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇടിച്ച് പൊളി താഴോട്ട് 6-ലോട്ട് കയറി വന്നത്. ഇതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ, കണക്കുകൾ ആരും കേൾക്കുന്നുമില്ല. ഗോതി മീഡിയ പറഞ്ഞു തരാനും പോകുന്നില്ല നിങ്ങളോട്. ഇന്ത്യയുടെ വിദേശ നിക്ഷേപങ്ങളുണ്ടല്ലോ, ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ വരെ ഏകദേശം 20% വിദേശ നിക്ഷേപം ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ നമ്മുടെ രൂപയുടെ തകർച്ച വരുന്നത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ തന്നെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഒരു ഡോളറിൻ്റെ ലഭ്യത എന്നുള്ളത് മാത്രമല്ല, ഡിമാൻഡ് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വിദേശ നിക്ഷേപം 20% വെറും 6 മാസം കൊണ്ട് ഇടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ തകർച്ചയിലോട്ട് പോകുന്ന ഇങ്ങനത്തെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് വേറെ കൊണ്ട് സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ നമുക്കാണ് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ GDP-നെയാണ് എഫക്ട് ചെയ്യുന്നത്. എങ്കിൽ ഈ GDP-നെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ പട്ടിണി കിടക്കണ്ടോ തന്നെ പട്ടിണിയാവുന്നത്. ബാക്കി GDP-യുടെ 50% കയ്യിൽ വെച്ചിരിക്കുന്ന വെറും 2% രാജ്യത്തെ അംബാനി അദാനിനെ പോലത്തെ പണക്കാർക്ക് ഇത് എഫക്ട് ചെയ്യുന്നില്ല. എന്താ? വീണ്ടും ഗവൺമെൻറ് അവർക്ക് വരുന്ന ലാഭത്തിൽ അല്ലെങ്കിൽ അവർക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ പിഴിഞ്ഞുകൊണ്ടാണ് നികുതിയായിട്ടും സബ്സിഡി വെട്ടി കുറയ്ക്കലായിട്ടും കൊടുത്തിട്ടും ഈ പറഞ്ഞ ഗവൺമെൻറ് ഇപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് വിറ്റുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ പണിയും കൂടെ നമുക്ക് തരുന്നത്. ഇതൊന്നും കാണാണ്ട് ഈ പട്ടിക്കാട്ടിൽ അല്ലെങ്കിൽ ഈ പട്ടിക്കുടിയിൽ ജീവിക്കുന്ന സംഘികൾ ഇപ്പോഴും ജയ് 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 ഇത് തന്നെ ജയ് ജയ് വിളി മാത്രമേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ ഗ്യാസാ വെറും എന്താ പറയുക വായുവ തിന്നുകൊണ്ടിരിക്കുന്നത്. പട്ടിണി പരിവട്ടം. വേറെ എന്ത് പറയാനവന്മാരോട്? ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ നമ്മൾ കാണാറില്ല. കാരണം ഈ ഇലക്ഷൻ നടക്കുന്ന ഒരൊറ്റ മാസത്തെ PR വർക്ക് മതി. 10,000 കോടികളാണ് ജി ഗവൺമെൻറ് PR-ന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ആ PR-ൽ കണ്ണ് മഞ്ഞളിച്ചിരിക്കും നമ്മൾ. PR അങ്ങ് കഴിഞ്ഞ് ഗവൺമെൻറ്, അതായത് അവരങ്ങ് ജയിച്ച് എല്ലാ വോട്ട് കിട്ടുന്ന ഇങ്ങനത്തെ സംഖ്യകളുടെ വോട്ടും എടുക്കും. അതല്ലാത്ത വോട്ടുകൾ EVM കുത്തി തുറന്നിട്ടാണെങ്കിലും എടുക്കും. അങ്ങനെ ജയിച്ച് കയറി വരും. പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ MLA-മാരെയും MP-മാരെയും വിലക്കെടുത്തിട്ട് ഈ രീതിയിൽ ഒരു എന്താ പറയുക രാജാവായിട്ട് അങ്ങ് ഭരിച്ചു പോവുക. പ്രജകൾ എന്നും രാജാവിൻ്റെ കാലും നക്കി ഷൂ നക്കി പാരമ്പര്യം പണ്ട് മുതലുള്ളത് കുഴപ്പമില്ല. രാജാവിൻ്റെ ഷൂ നക്കി കാലും നക്കി ഇങ്ങനെ ചാണകം തന്ന് ജീവിച്ചൂടാ. അതാണ് ഇതിൻ്റെയൊക്കെ വിധി എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ളത് ഈ കാട്ടസംഖ്യകൾ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും കോമഡി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇതാർക്കൊക്കെ പല രീതിയിലും പല ഹോട്ടലുകളെയും പല ആളുകളും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എഫക്ട് ചെയ്ത ആളുകളാണെങ്കിൽ വീഡിയോ കണ്ടെത്തി നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നമുക്ക് കാണാം എത്ര പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. പിന്നെ ഇതൊന്നും അറിയാണ്ട് എന്താണ് ഈ മറ്റേ ചാണകം ഏതാണ് ചാണകപ്പുഴു ഏതാണെന്ന് അറിയാത്ത സംഖ്യകൾ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ ഉണക്കാറുണ്ട്. നല്ല രസമാണ് അങ്ങനത്തെ എന്താ പറയുക കമൻറ്റുകൾ വായിക്കാൻ. ഞാൻ ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ എത്ര വെച്ചിട്ട് ആ പട്ടി കുറയ്ക്കുമ്പോൾ തിരിച്ച് കുറയ്ക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പന്മാർക്ക് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാത്തത്. അപ്പോൾ ബാക്കിയുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇനി അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു അപ്ഡേറ്റിൽ കാണാം. നിങ്ങൾ രാവിലെ കണ്ടു കാണും, നമ്മുടെ ട്രംപ് അണ്ണൻ വന്നിട്ട് യുദ്ധം ഞങ്ങൾ നിർത്തിയെന്ന് അമേരിക്കൻ കോൺഫറൻസിലുള്ള ആളുകൾക്ക്. രാവിലെ നിങ്ങളൊരു വാർത്ത കണ്ടു കാണും. അതായത് നമ്മളെ ട്രംപ് നമ്മുടെ ചെന്നിക്കിളവൻ വന്നിട്ട് ഒരു ഡയലോഗ് ഇട്ടത്, അതായത് അമേരിക്കൻ കോൺഗ്രസിലെ ആളുകൾക്ക് കത്തെഴുതി വിട്ടിട്ടുണ്ട്, ഞാൻ യുദ്ധം നിർത്തിയിട്ടുണ്ടല്ലോ, 60 ദിവസമാണ് വിത്തൗട്ട് പെർമിഷൻ, ഈ അമേരിക്കൻ കോൺഗ്രസിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് യുദ്ധം ചെയ്യാനുള്ളത് 60 ദിവസമാണ്. അതിന് മുമ്പേ 40 ദിവസമായപ്പോൾ തന്നെ ഞാൻ വെടിനിർത്തൽ നിർത്തിയിട്ടുണ്ട്, ഞാൻ യുദ്ധം നിർത്തിയിട്ടുണ്ട്, ഇനി യുദ്ധം ചെയ്യില്ല എന്ന് ലോകത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമ കിളവൻ അറിയുന്നില്ല. ഇത് കണ്ട് ചിരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. ഞാൻ യുദ്ധം നിർത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു എന്താ പറയുക കളവാണ്, വലിയൊരു എന്താ പറയുക തീവ്രമായിട്ടുള്ളൊരു കളവാണ് ഈ ഭീകരവാദി പറയുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഏതാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇനി പുറത്തോട്ട് വരും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ ഒരു ഡീറ്റെയിൽസ് ചെയ്യാം. അപ്പം ശരി.